ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു സുമി ഫാസ്റ്റസ്റ്റ് കിച്ചൻ. എന്തൊക്കെയുണ്ട് നമ്മുടെ നോമ്പൊക്കെ ആയിട്ട് വിശേഷങ്ങൾ? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു നോമ്പുതുറ ചെറിയ വിശേഷമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് കരുതുന്നു. ആർക്കും വേറെ ബുദ്ധിമുട്ടും ആരോഗ്യ സംബന്ധമായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യലൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ വേറെ ഇടിയപ്പവും ബീഫ് കറിയും ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം കുറച്ച് പൂട്ടിയിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. കാരണം ഇടത്തരത്തിനും മറ്റുമായിട്ടൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു രക്ഷയില്ലല്ലേ, നമ്മുടെ ചൂടൊക്കെ അങ്ങ് കയറി നല്ല രീതിയിലല്ലേ. എന്താ അവസ്ഥ, ഒട്ടും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഭയങ്കര കാലാവസ്ഥ. ഫാൻ ഇട്ടിട്ടാണെങ്കിൽ കൂടി രാത്രിയിലൊന്നും ഇപ്പോൾ ഒട്ടും തന്നെ ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോൾക്കാണെങ്കിൽ ഭയങ്കര വിമ്മിഷ്ടമാണ്. രാത്രിയിലൂടെ ഒന്ന് മേലെ കഴുകിയിട്ടാണ് കിടക്കുന്നെങ്കിൽ കൂടി നമ്മുടെ ചൂട് ഒന്ന് നമുക്ക് സഹിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ എന്താ ചെയ്യല്ലേ, വേറെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് നോമ്പൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പിടിക്കാനുമുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും കിട്ടിയെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം അല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ റോസ്റ്റിൻ്റെ പരിപാടികളാണ്. അപ്പം കുറച്ച് ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച മുളകും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നല്ല ഈ ചീനച്ചട്ടിയിലിട്ട് ആക്കുമ്പോൾ നല്ല മുരിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരുന്നു. പക്ഷേ പിന്നെ ഒരു രക്ഷയില്ല, കുറേ നേരമായിട്ട് ആക്കിയിട്ടും അതങ്ങനെ വരില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക. അതെടുത്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. കാര്യം അതിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. കാരണം ഒത്തിരി എണ്ണ ഒഴിക്കലും എന്തായാലും വലിയ കാര്യം ചോദിക്കാനൊക്കെ അത് പിന്നെ കൊളസ്ട്രോളിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് റെഡിയായി. കുറച്ച് ബീഫ് കറിയും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഞാനത് കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ബീഫ് കറിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചായയുടെ പരിപാടികളെല്ലാം നോക്കുകയാണ്. ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ റെഡിയാക്കി. ഇനിയിപ്പോൾ ജ്യൂസിൻ്റെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇടിയപ്പം മറ്റു കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസിൽ ഇന്നിപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് പാലും നമ്മുടെ തണ്ണിമത്തനും കൂടെ ഇട്ട്, കാരണം ഇപ്പോൾ അടുപ്പിച്ച് 1-2 ദിവസം പേരയ്ക്ക ജ്യൂസായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പാലും കൂടെ ഇട്ട് അടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നോമ്പൊക്കെ തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലോ. അപ്പോൾ ജ്യൂസിൻ്റെ പരിപാടിയും കൂടെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കറി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ റെഡിയാക്കി എടുത്തു. ആ ടൈമിൽ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ തണ്ണിമത്തനും പാലും കൂടെ ഇട്ട് അടിച്ചിട്ട്. കുറച്ച് കസ്കസും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ജസ്റ്റ് ആ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മധുരം ഇട്ട് കൊടുത്തുള്ളൂ, കാരണം മധുരം കുറവാണ്. മോനാണെങ്കിലും അവന് ഒത്തിരി മധുരം അങ്ങനെ വേണം എന്നുള്ളൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മധുരം തന്നെ അവനും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ആ പീസ് മൊത്തം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു, എന്നിട്ട് പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുടിക്കുകയും ചെയ്യും, പിന്നെ കിടക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ ബാക്കിയും കൂടെ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്ന് അടിച്ചു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസിൻ്റെ തയ്യാറെടുപ്പാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ ഞങ്ങളുടെ ഒരു ജ്യൂസ് അടിക്കാൻ ഒരു പഴയ മിക്സിയാണ്. അപ്പോൾ അതിൻ്റെ ജാറാണ് ഇത്തിരി ഹൈറ്റുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് മാത്രമായിട്ട് ഈ മിക്സി എടുക്കാറുള്ളൂ. ബാക്കി നമ്മൾ തേങ്ങ അരയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട് എൻ്റെ ഇരിക്കുന്ന മിക്സിനെ എടുക്കാറ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ മോള് പഞ്ചസാരയ്ക്ക് ഓരോന്നിനും ഓടി വരും. തണ്ണിമത്തൻ്റെ എടുത്തപ്പോൾ അത് അതിൻ്റെ ഒരു പീസ്, പഞ്ചസാര എടുക്കുമ്പോൾ പഞ്ചസാര, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല തണുത്തിട്ട്, ഒത്തിരി തണുപ്പില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു മീഡിയം തണുപ്പിൽ എടുത്തിട്ട്. അപ്പോൾ മോന് മാത്രമേ, ഞാൻ പനി ആയതുകൊണ്ട് കുറച്ച് തണുപ്പ് മാറ്റി ആദ്യമേ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജ്യൂസൊക്കെ റെഡിയായി. അങ്ങനെ എൻ്റെ നോമ്പ് തുറക്കൽ കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട്. ഇതിലെനിക്ക് എപ്പോഴും ഞാൻ ഇന്ന് ഈ വീഡിയോ സൗണ്ടൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട ടൈമിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. മോള് എന്താ അവളുടെ ഒരു
സന്തോഷം എന്നറിയാമോ? അവർ വന്നു കഴിഞ്ഞാൽ അവിടെ നടുക്കിരിക്കണം ആ കസേരയിൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൾക്ക് സെപ്പറേറ്റ് ഒരു പാത്രം അവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പം മോൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവൾ നോക്കുന്നത്. ഇക്കാക്ക എന്തെടുക്കണു, ഇക്കാക്ക കറി എടുക്കുന്നുണ്ടോ, അതോ അപ്പം എടുക്കുന്നുണ്ടോ, അതോ വെള്ളം കുടിക്കുന്നുണ്ടോ, അപ്പോൾ അതുപോലെ പുള്ളിക്കാരത്തിക്കും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരുന്ന്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചതെല്ലാം പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അന്ന് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മറ്റേ 2 പെൺകുട്ടികൾ മിസ്സായതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്നത് കേൾക്കുന്നതാണ്. ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ ഫോൺ എടുക്കാറില്ല. അപ്പോൾ അത് എൻ്റെ ഫോണിൽ നെറ്റ് ഇത് ചാർജ് തീർന്നു. അപ്പോൾ അത് വ്യൂസൊക്കെ എത്രയായി എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പുതുറയുടെ വിഭവങ്ങളെന്ന് പറയുന്നത് കുഞ്ഞു വിഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തുറക്കുകയാണ്. നമ്മുടെ നോമ്പ് ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ വേറെ എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ ബീഫ് കറി എടുത്തു, കുറച്ച് നമ്മുടെ മറ്റേ പോട്ടി പോലത്തെ അതെടുത്തു, പിന്നെ ഇടിയപ്പമാണ്. അപ്പോൾ അവൾക്ക് ആദ്യം ഒരെണ്ണം വെച്ച് കൊടുത്തു, ഇക്ക എടുത്തു. അപ്പോൾ മോന് എണ്ണ അവിടെ ഇരുന്ന് പറയണേ ഉള്ളൂ എത്ര എണ്ണമാണെന്നുള്ളത്. അപ്പോൾ ആദ്യം 1 മതി, പിന്നെ 2 മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇക്ക 2 എണ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അവന് ഇറച്ചിയാണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കലാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഒരു ഇത്. ആ ഫുഡ് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ആദ്യം ഞാൻ ചായയും കൊടുത്തു. അപ്പോൾ നമ്മുടെ ജ്യൂസ് അവിടെ ഇരുന്ന് തണുക്കട്ടെ എന്ന് കരുതി. കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ആദ്യമേ തന്നെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ചായയും നമ്മുടെ ഇടിയപ്പവും കറിയും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തു. ഇക്കാക്ക എന്തെടുക്കണോ അതാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ കറി എടുക്കുകയാണെങ്കിൽ അതതുപോലെ, അപ്പം എടുക്കുകയാണെങ്കിൽ അതതുപോലെ. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു നോമ്പുതുറ ഇങ്ങനെ ഇവിടെ നടക്കുകയാണ്. വേറെ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ എന്തൊക്കെയാണ്? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമിൽ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു കമൻറ്റൊക്കെ വന്നാലേ നമുക്കത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസോ ഷോർട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജ്യൂസും കൂടെ എടുത്തുകൊണ്ട് വന്നു. കാര്യം ഉടനെ തന്നെ കുടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചായയും കൂടെ കുടിക്കുകയല്ലേ. അപ്പോൾ കുടിച്ചിട്ട് എല്ലാവർക്കും മിക്കാനും മോനും ഒക്കെ കുഴപ്പമില്ല ഉമ്മി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം പാകത്തിനുള്ള ഒരു കൊഴുപ്പും ആ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ നോമ്പുതുറ ചെറിയ രീതിയിൽ അങ്ങനെ നടന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരാണ്ടും നമുക്ക് അതിൻ്റേതായ രീതിയിൽ നോമ്പ് പിടിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.